കേരള കോർണറിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത് ഇന്ത്യയുടെ ഇതുവരെയുള്ള 15 രാഷ്ട്രപതിമാരെക്കുറിച്ചാണ്. ഒന്നാമത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ്. ബീഹാറിലെ സരൺ ജില്ലയിലെ സെരാദയി ഗ്രാമത്തിൽ 1884 ഡിസംബർ 3 അദ്ദേഹത്തിൻ്റെ ജനനം. രണ്ടാമത്തേത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്നു ഇദ്ദേഹം. 2 തവണ ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി, രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ. പഴയ മദ്രാസ് സംസ്ഥാനത്തിലെ തിരുത്തണി ഗ്രാമത്തിൽ 1888 സെപ്റ്റംബർ 5 ജനനം. 150ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1975 ഏപ്രിൽ 17 അന്തരിച്ചു. മൂന്നാമത്തേത് ഡോക്ടർ സക്കീർ ഹുസൈൻ. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. പ്രസിഡൻ്റായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയും ഏറ്റവും കുറച്ചു കാലം പ്രസിഡന്റ് പദവി വഹിച്ചയാളുമാണ് ഇദ്ദേഹം. ഏറ്റവും കൂടുതൽ പേരെ പരാജയപ്പെടുത്തി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. 1897 ഫെബ്രുവരി 8 ഹൈദരാബാദിൽ ജനിച്ചു. 29-ാം വയസ്സിൽ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെയും 1948 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറായി. 1963 ഭാരതരത്നം ലഭിച്ചു. രാഷ്ട്രപതിയായിരിക്കെ 1969 മെയ് 3 അന്ത്യം. നാലാമത്തേത് വി ഗിരി. കേരളത്തിൽ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് വി ഗിരി. 1894 ഓഗസ്റ്റ് 16 ഒറീസയിലെ ബർഹാംപൂരിൽ ഒരു ആന്ധ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം. 1952 നെഹ്റു മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി. തൊട്ടുമുന്നിലെ പ്രസിഡന്റായിരുന്ന സക്കീർ ഹുസൈൻ്റെ അകാല വേർപാടിനെ തുടർന്ന് ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. 1980 ജൂൺ 24 അന്തരിച്ചു. ഇന്ത്യയുടെ 5ാമത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. നിയമജ്ഞനും മികച്ച ഭരണാധികാരിയുമായിരുന്ന ഫക്രുദ്ദീൻ രാഷ്ട്രപതിയായിരിക്കെ 1977 ഫെബ്രുവരി 11 അന്തരിച്ചു. 1905 മെയ് 13 ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനവും. 6ാമത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ രാഷ്ട്രപതിയാണ് ഇദ്ദേഹം. ലോക്സഭാ സ്പീക്കറായ ശേഷമാണ് പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹം എത്തിയത്. ഒരിക്കൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയും പിന്നീട് രാഷ്ട്രപതിയാവുകയും ചെയ്തുവെന്ന അപൂർവ റെക്കോർഡിന് ഉടമ കൂടിയാണ് ഇദ്ദേഹം. ആന്ധ്രാപ്രദേശിൽ അനന്തപൂർ ജില്ലയിലെ ഇല്ലൂരിൽ 1913 മെയ് 19 ജനനം. 1996 ജൂൺ 1 അദ്ദേഹം അന്തരിച്ചു. 7ാമത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൻ സിംഗ്. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ സിഖുകാരനാണ് ഇദ്ദേഹം. പഞ്ചാബിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. രാജീവ് ഗാന്ധി മന്ത്രിസഭ അംഗീകരിച്ച തപാൽ ബിൽ തിരികെ അയച്ചത് ഏറെ വിവാദം സൃഷ്ടിച്ചു. ഫരീദ് കോട്ടിലെ സാന്താപാനിൽ 1916 മെയ് 5 ജനനം. 1994 ഡിസംബർ 25 അന്തരിച്ചു. ഇന്ത്യയുടെ 8ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ആർ വെങ്കടരാമൻ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽപ്പെട്ട രാജമഠം ഗ്രാമത്തിൽ 1910 ഡിസംബർ 4 ജനിച്ചു. 1980 ഇന്ദിരാ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. പിന്നീട് 1982 പ്രതിരോധ മന്ത്രിയുമായി. 1984 ഉപരാഷ്ട്രപതിയുമായും തിരഞ്ഞെടുക്കപ്പെട്ടു.
ഇന്ത്യയുടെ 9ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഭോപ്പാലിലെ കർഷക കുടുംബത്തിൽ 1918 ഓഗസ്റ്റ് 19 ജനിച്ച ശങ്കർ ദയാൽ ശർമ്മ ഭോപ്പാൽ സംസ്ഥാനത്ത് 1952 മുതൽ 4 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു. പ്രസിഡന്റായിരുന്ന അവസാന വർഷം 3 പ്രധാനമന്ത്രിമാരെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 1999 ഡിസംബർ 26 അന്തരിച്ചു. ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി, മലയാളികളുടെ അഭിമാനം, KR നാരായണൻ. മലയാളിയായ ആദ്യ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമാണ് KR നാരായണൻ. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ബഹുമതിയും ഇദ്ദേഹത്തിനാണ്. കോച്ചേരിൽ രാമൻ വൈദ്യരുടെയും പുന്നത്തുറ വീട്ടിൽ പാപ്പിയമ്മയുടെയും മകനായി 1920 ഒക്ടോബർ 27 കോട്ടയത്ത് ഉഴവൂരിൽ ജനിച്ചു. 1992 ഉപരാഷ്ട്രപതിയായി. 2005 നവംബർ 9 അന്തരിച്ചു. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഭവനിലെ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കലാം. ഇന്ത്യയുടെ മിസൈൽ വികസന പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ അബുൽ പകീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജനനം. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ മുഖ്യശില്പി കലാമായിരുന്നു. അണ്ണാ സർവകലാശാലയിൽ പ്രൊഫസറായിരിക്കുകയാണ് രാഷ്ട്രപതി പദവി തേടിയെത്തിയത്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ആര്യഭട്ട അവാർഡ്, ഭാരതരത്നം എന്നീ ബഹുമതികൾ നേടിയിട്ടുണ്ട്. 2015 ജൂലൈ 27 അദ്ദേഹം അന്തരിച്ചു. APJ അബ്ദുൽ കലാമിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് പ്രതിഭ പാട്ടീൽ. 1934 ഡിസംബർ 19 ജനിച്ചു. ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡൻ്റായി. 2007 മുതൽ 2012 വരെയുള്ള കാലയളവിലായിരുന്നു ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി കൂടെയാണ് പ്രതിഭ പാട്ടീൽ. അടുത്തതായി ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി. 1935 ഡിസംബർ 11 ജനനം. 2012-2017 കാലയളവിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും അദ്ദേഹമായിരുന്നു. 2009-2012 കാലയളവിൽ പ്രണബ് മുഖർജി ആയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. ഇന്ത്യയുടെ 14ാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. 1945 ഒക്ടോബർ 1 ജനനം. 2017-2022 കാലയളവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു രാംനാഥ് കോവിന്ദ്. 1994 മുതൽ 2006 വരെ അദ്ദേഹം രാജ്യസഭാംഗം കൂടെ ആയിരുന്നു. നിലവിലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 1958 ജൂൺ 20 ജനനം. ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. അതോടൊപ്പം പ്രതിഭ പാട്ടീലിന് ശേഷം 2ാമത്തെ വനിതാ രാഷ്ട്രപതി കൂടെയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയിലെ 15 രാഷ്ട്രപതിമാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നാം കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക.